ഹലോ ഗസ്, നമ്മളങ്ങനെ ഉച്ചയായപ്പോഴേക്കും പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിട്ടു. പുറത്തേക്ക് എത്തിയപ്പോഴേക്കും നല്ല ചൂടാണ്. അപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടുള്ള ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ട് തന്നെ ആദ്യത്തെ പരിപാടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഫ്ലൈറ്റിലെ ഫുഡൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇവിടെ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ആൻഡമാൻ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്കാക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ഈ പയ്യൻ ഒരു ഹോട്ടലിൽ മുന്നിൽ കൊണ്ട് എത്തിയിട്ട് ഇത് നല്ല ഹോട്ടലാണ്, ഇവിടുന്ന് കഴിച്ചാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കുറേ നേരം നമുക്ക് ഫുഡിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. നമ്മൾ ഫിഷ് കറിയും ചോറൊക്കെയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇരിക്കുന്നതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഇത്രയും വലിയൊരു അക്വേറിയം ഉള്ളതുകൊണ്ട് തന്നെ സമയം പോകണമെന്ന് അറിഞ്ഞിരുന്നില്ല. അത് നോക്കിക്കൊണ്ടിരുന്നാൽ മതിയായിരുന്നു. ഈ ഒരു മെനു കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ റേറ്റ് എന്തോരം റേറ്റാണ്. വെറും പ്ലെയിൻ റൈസിനടക്കം 80 രൂപയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് നേവൽ മറൈൻ മ്യൂസിയം, സമുദ്രിക എന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നേവിയുടെ കീഴിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം പോർട്ട് ബ്ലെയറിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്ഥലം എന്ന് പറയുന്നത് ഈ മ്യൂസിയമാണ്. ആദ്യം തന്നെ നമ്മൾ ചെന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ 50 രൂപയും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 25 രൂപയാണ് ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂസിയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും പിന്നെ 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കേട്ടോ ഉള്ളത്, ഓപ്പൺ ആയിട്ടുള്ളത്. മൺഡേയും ഹോളിഡേയ്സൊക്കെ ഇത് അവധിയാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു പഴയ കാലത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ഹട്ടും പിന്നെ നമ്മൾ ബ്ലൂ വെയിലിലെ സ്കെൽട്ടണാണ് കേട്ടോ ഈ കാണുന്നത്. അത് അവരങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് രീതിയിലൊക്കെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇവിടെ ജാർവ എന്ന് പറഞ്ഞിട്ടുള്ള ഗോത്ര വിഭാഗക്കാരുടെ ചെറിയൊരു രൂപങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മ്യൂസിയം സന്ദർശിക്കുന്നതോടുകൂടി നമുക്ക് ഇവിടുത്തെ മറൈൻ ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയിട്ട് പിന്നെ ആൻഡമാൻ നിക്കോബാറിൻ്റെ ഹിസ്റ്ററി, അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മ്യൂസിയത്തെ പ്രധാനമായിട്ടും 5 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1ാമത്തെ ഭാഗത്തിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഓരോ വിഭാഗത്തിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആൻഡമാനിലെ ഹിസ്റ്ററി, പിന്നെ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ, പിന്നെ ആൻഡമാനിലുള്ള ആളുകളെ കുറിച്ചിട്ട്, ആർക്കിയോളജി, പിന്നെ ആൻഡമാനിലെ മറൈൻ ലൈഫിനെ കുറിച്ചൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്താണ് നമ്മുടെ കോറൽസും ഷെൽസുകളും ഒക്കെ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ അക്വേറിയം ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ തന്നെ പണ്ടത്തെ ഈ മരം കൊണ്ടുള്ള കാര്യങ്ങളും അവിടുത്തെ ചില തടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ബാരൻ ഐലാൻഡിലെ ഒരു അഗ്നിപർവ്വത ആണ് ഈ കാണുന്നത്. അങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിന്ദിയിലും പിന്നെ ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഫുള്ള് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ആൻഡമാനിലെ ഏതൊക്കെ ദ്വീപുകളാണുള്ളതെന്നൊക്കെ ഈ ഒരു മരക്കഷ്ണത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്പറിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പുറത്തെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ വായിക്കാനുണ്ടായിരുന്നു ഈ ഒരു ഫസ്റ്റത്തെ റൂമിൽ തന്നെ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇവിടുത്തെ മറൈൻ ലൈഫിനെ കുറിച്ചിട്ട് ചെറിയൊരു അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ തന്നെ കുറേ ഫിഷുകളൊക്കെ തന്നെ നമുക്ക് അക്വേറിയത്തിനകത്ത് കാണാൻ സാധിച്ചു കേട്ടോ. ഓരോ ഫിഷിൻ്റെ നെയിമും അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ തന്നെ മേലെയൊക്കെ ആയിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെ നോക്കുമ്പോഴാണ് സോ ഫിഷ് ബ്ലേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മീനിൻ്റെ ഒരു ബ്ലേഡ് പോലത്തെ മുള്ളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല മൂർച്ചുള്ള സംഭവമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതങ്ങനെ മേലെ ഭിത്തിയിലെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് കുറച്ച് മീനെ കണ്ട് ചിലതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറുകളുള്ള മീനാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാതും.
അങ്ങനെ കുറേ മീനുകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത റൂമിലേക്ക് കയറാം കേട്ടോ. റൂം നമ്പർ 3 ഇവിടെ കൊടുത്തിട്ടുള്ളത് കോറൽസിനെയാണ് കേട്ടോ. നമ്മുടെ പവിഴപ്പുറ്റുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന റൂമാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഓരോ കോറൽസും എന്താണെന്നുള്ളത് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഷോക്കേസിലൊക്കെ ഇരിക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബ്രെയിൻ പോലത്തെ കോറൽസ് ഉണ്ട്, പിന്നെ ഫിംഗർ പോലത്തെ കോറൽസ് ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലായിട്ടാണ് കേട്ടോ ഓരോ ഷെൽഫിനകത്തും ഇത് ഇവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാതും കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇതൊക്കെ മഷ്റൂം പോലത്തെ കോറൽസൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട്. ഓരോ അലമാരിക്കകത്തിരിക്കുന്നതിനും ഓരോ പ്രത്യേക ഷേപ്പും കാര്യങ്ങളാണ്. അതിനനുസരിച്ച് അതിനൊക്കെ ഓരോരോ പേരുകളും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ മറ്റേ റൂമിലേക്ക് പോവാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിക്കോബാറുകളിലെ ഹട്ട് എന്നുള്ള രീതിയിലൊരു കുടിൽ ചെറുതായിട്ടുള്ളൊരു രൂപ മാതൃകയൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരെ റൂം നമ്പർ 4ലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെയുള്ളത് ഷെല്ലുകളാണുള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. കുഞ്ഞു ഷെല്ല് മുതൽ വലിയ ഷെല്ല് വരെ ഇവിടെ ഇങ്ങനെ പല അലമാരിക്കകത്തായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകളൊക്കെ അതിൻ്റെ സൈഡിലുള്ള ഡിസ്ക്രിപ്ഷനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷെല്ലുകളൊക്കെ കണ്ടു കഴിഞ്ഞിറങ്ങി ഏറ്റവും ലാസ്റ്റത്തെ റൂം നമ്പർ 5ലേക്ക് കയറാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഇവിടുത്തെ ഗോത്ര വിഭാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അവർ വേട്ടയാടുന്നതിൻ്റെതായ രീതികളൊക്കെ തന്നെ പെയിൻറ്റിങ് രൂപത്തിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അവരുടെ രീതികൾ എങ്ങനെയാണ്, അവരുടെ വസ്ത്രധാരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നല്ല ഭംഗിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞൊരു ചിത്രമാണ് നമുക്ക് തോന്നത്തില്ല, അത്രയും ജീവസുറ്റ രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ തന്നെ ഉള്ളത്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു ഷോപ്പാണ് കേട്ടോ ഉള്ളത്. അതായത് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ ഒക്കെ രൂപത്തിലുള്ള ചെറിയ ചെറിയ ഈ ഷോക്കേസിലൊക്കെ വെക്കുന്ന ഷോ പീസുകളും പിന്നെ ഇവിടുത്തെ ഷെല്ലും സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഓരോരോ ഡെക്കോർ ഐറ്റംസും മാലാവള തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ള നല്ലൊരു ഷോപ്പാണ് കേട്ടോ. എല്ലാ ഐറ്റംസും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനനുസരിച്ച് അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. മാലയും വളയും കമ്മലൊക്കെ ഇത് വെച്ചിട്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്നത് കാണാനായിട്ട് പ്രത്യേക രസമാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ചധികം റേറ്റ് കൂടുതലാണ്. നല്ല ഭംഗിയുള്ള മുത്തുകളും പിന്നെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ മിററും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ ഇവിടുന്ന് എന്ത് ഐറ്റം ഇങ്ങനത്തെയൊക്കെ വാങ്ങുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ബില്ല് എന്തായാലും കയ്യിൽ കരുതണം. എങ്കിൽ മാത്രം നമുക്ക് എയർപോർട്ടിൽ ഇത് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബില്ല് കയ്യിൽ കരുതണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി വിലപേശാനൊക്കെ നോക്കിയെങ്കിലും അവിടെ ബാർഗനിങ് ഒന്നും നടന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ റേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചെറിയൊരു പർച്ചേസിങ് നടത്തിയിട്ട് നമ്മളങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ വെളിയിൽ ഗാർഡനിലായിട്ട് ഓരോ ഐറ്റംസൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മത്സ്യകന്യകനെ കണ്ടു. അപ്പോൾ അവിടെ പോയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മളങ്ങനെ മറൈൻ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് പോകുന്നത് സെല്ലുലാർ ജയിലിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോർട്ട് ബ്ലെയറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആൻഡമാൻ യാത്രയിൽ കൂടാനും മറക്കല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.